ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ഫങ്ഷനുണ്ട്. കണ്ടോ, ഞങ്ങളൊക്കെ എല്ലാവരും ഫങ്ഷനൊക്കെ പോകാൻ ഒരുങ്ങി. എന്താ ഈ മുടി ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഇന്ന് നമ്മളെ ലിയമ്മൻ്റെ കുടിയിരിക്കലാണ്. കുടിയിരിക്കലിന് പോകണം. നമ്മൾ ഷമ്മാനൊക്കെ വാങ്ങിയിരുന്നു. ഷമ്മാനം അതാ ഞങ്ങൾ ഒരുങ്ങി. ഞാൻ പതിവ് പോലെ തന്നെ ഈ പൊട്ടെന്തെങ്ങനെ പൊട്ട് റെഡിയായി. ഞങ്ങൾ പോട്ടെ. 12:30 സമയമായി. വീടും വീട്ടുകാരെയൊക്കെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം അല്ലേ. ഇതെടുക്ക് ചിടുക്കടി എന്നായിക്കോട്ടെ. എന്നപ്പോൾ ഈ ഇത് 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 ലിയമ്മക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. ഞാൻ ലിയമ്മൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലിയമോള് അയ്യോ ലിയമോളെ വീട് ഞാൻ കാണിച്ചാണ്. ഞങ്ങളെ വീട് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഓരോ വീടില്ലത് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഒരു താമസം മാറി. ഈ വീട്ടിൽ നിന്നല്ല, ഈ റൂമിൽ നിന്ന്. ഈ റൂമിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഒരു താമസം മാറിയിട്ട് വേറെ ഡെസ്റ്റിനേഷനിലായി ഒരു താമസം മാറിപ്പോയി. അപ്പോൾ ഇന്നാണ് കുടിയിരിക്കലില്ലേ. നിങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ എന്ത് പറയും? നമ്മളവിടെ കുടിയിരിക്കൽ എന്ന് പറയും. കുടിയിരിക്കൽ. അപ്പം ഞങ്ങൾ പോകണം. വീട് എന്തോ ആണ് സംഭവമാണ്. അതുകൊണ്ട് ഈ പേരെ കാണൂല്ലേ ഗൈസ്. നിങ്ങൾ നടക്കില്ലേ? പോരില്ലേ? മാവേലി എത്തിയിട്ടുണ്ട് കേട്ടോ. മാവേലി ഇതാക്കണ് തല പൊന്തിച്ച് എവിടെ എവിടെയൊക്കെ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. വിശേഷങ്ങളായിട്ട് കുറേ പറയാനും കാണിച്ചു തരാനൊക്കെ ഉണ്ട്. അതായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതാ സ്കൂൾ തുറക്കാനായി, മക്കളൊക്കെ ജയിച്ചു. ഇപ്പോൾ +2 കാറ്റിൻ്റെ റിസൾട്ട് വരാനാകുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുറച്ച് അവിടെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൂടി ഇടാന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ലൈക്ക് ചെയ്യില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവരൊഴിച്ചൊന്നും അതും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ താഴത്തെ അയലോക്കത്തെ താത്തണ്ടല്ലോ, താത്തൻ്റെ മകൻ ഇതാ വേറെ വീടൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ കുടിയിരിക്കൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അമ്മായിയാണ് കേട്ടത്. അപ്പോൾ അമ്മായി നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ. അങ്ങനെ രാത്രിക്കത്തെ പരിപാടിയാട്ടോ. നമ്മൾ തലേന്ന് പോയി നോക്കിയിരുന്നു. അപ്പോൾ രാത്രിക്കത്തെ പരിപാടിയാണിത്. അപ്പം നമ്മളെ മക്കളൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ കണ്ണാടിയുമ്പോൾ ലൈറ്റ് എത്തിക്കുന്നതും അങ്ങനെയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു വീട് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി, നല്ല ചുറക്കിലൊരു വീട് തന്നെയാണ് കേട്ടോ ഒരു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തിരി കടം വാങ്ങിയിട്ടാണെങ്കിലും എല്ലാ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ കടം കൂടി വീടാനുണ്ട്. പക്ഷെ എന്നാലും ഒരു പണികളും ബാക്കി വെച്ചിട്ടില്ല കേട്ടോ. എല്ലാ പണികളും എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് അടുക്കള അല്ലേ. നമ്മൾ മണ്ടി കൂടി ചെല്ലുക അങ്ങോട്ടാണ് അടുക്കളയേക്കാണ് മണ്ടി കൂടി ചെല്ലാനുള്ളത്. അപ്പോൾ അടുക്കള ഒരു ഇതാക്കണ നമുക്ക് അത്യാവശ്യത്തിന് വലിപ്പമില്ല ഒരു അടുക്കള. പിന്നെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഒരു അടുക്കള. പിന്നെ അങ്ങനെ എല്ലാ പണി കിട്ടും. നല്ല രസം നിന്ന് കാണാനായിട്ട്. അപ്പോൾ രാത്രീൻ്റെ വ്യൂ ആണല്ലോ. വീടൊക്കെ കാണുമ്പോൾ രാത്രി ഒന്നും കാണുന്നില്ലേ. അപ്പോഴാണ് ലൈറ്റൊക്കെ കത്തിച്ച് കുറേ ലൈറ്റൊക്കെ കത്തിക്കുന്ന രസമാണ് വീട് കാണാൻ. അങ്ങനെ നമ്മൾ തലേന്ന് പോയതാട്ടോ. കുടിയിരിക്കലിന് തലേന്ന് അങ്ങനെ പോയതാണ്. അപ്പോൾ വീടൊക്കെ കാണാൻ നല്ലൊരു രസമല്ലേ. അപ്പോൾ ഒരു പുതിയ വീടൊക്കെ കാണുമ്പം നമുക്കൊരു മോഹം വരില്ല. നമ്മളെ വീടൊക്കെ ഇങ്ങനെയൊക്കെ എന്നാണാവോ, ഏത് കാലത്താണാവോ എന്നുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിയുന്ന നേരത്ത് അപ്പം നമുക്ക് കയറ്റണം. അപ്പം മക്കളൊക്കെ നല്ല അടിച്ച് പൊളിയിലാണ്. കാരണം ലിയ അങ്ങനത്തെ ഒരാളാണ്. നമ്മളെ താത്താൻ്റെ പേരക്കുട്ടി എന്ന് പറയാൻ നമ്മളെ വീഡിയോയിൽ ഇഷ്ടംപോലെ ഓള് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓള് എപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെയാവും കേട്ടോ. ഓള് അനിയത്തിയൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിൽ തന്നെയാവും. അപ്പോൾ നിങ്ങൾ കണ്ട് പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ അയച്ചു കേട്ടോ. അപ്പോൾ ലിയൻ്റെ അനിയത്തി ഇതാ ഫോണും കണ്ടിട്ട് ഇരിക്കുകയാണ് ഇവിടെ. നമ്മൾ വന്നതോ പോയതോ ഒന്നും 36 അറിഞ്ഞിട്ടില്ല. എൻ്റെ മോളാണ് ഇരിക്കുന്നത്. അപ്പം മക്കൾക്ക് നല്ല ഉത്സാഹമായിട്ടുണ്ട് കേട്ടോ. തുണക്കാരത്തിൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് കുടിയിരിക്കലായപ്പോൾ നല്ല രസമായിക്കണം അവർക്കൊക്കെ. അപ്പോൾ രാത്രിയിലെ വ്യൂ ആണ് ഇതുള്ളത്. അങ്ങനെ രാത്രിക്കത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് ഇതാ രാവിലെ നമ്മൾ നേരത്തെ കാലത്ത് നമ്മളെ പെട്ടി പ്രമാണമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. രാവിലെ കാണാനും ഇതാ ഇങ്ങനെയാണ് നമ്മളെ വീടുള്ളത്. റോഡ് സൈഡ് തന്നെയാണ് വീട്. നല്ല രസമുണ്ട് വീട് കാണാനും അതൊക്കെ കാണാനും. ഏതായാലും അതണ്ട് ഉഷാറായിക്കണം കേട്ടോ. നമ്മളെ കുടിയിരിക്കലാണ്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അതന്നെ. അപ്പം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനമൊക്കെ അവിടെ ഏൽപ്പിച്ചാണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലും നല്ല ചുട്ടുകൊള്ളുന്ന വെയിലും ഉണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് ഇവിടെ.
അപ്പോൾ എൻ്റെ ചേലും കൊല്ലതാ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ റബ്ബറിൻ്റെ മേലഭാഗത്ത് നമ്മളെ വീടാണ് കേട്ടോ. നമുക്ക് റബ്ബർ കൂടെയാണ് ഞങ്ങൾ വന്നതും പോയതൊക്കെ റബ്ബർ കൂടെ തന്നെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്കില്ലേ അന്നമാനമുണ്ടല്ലോ അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വന്ന് നല്ല ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം അതങ്ങോട്ട് കഴിക്കട്ടെ എന്നിട്ടുള്ളൂ ബാക്കി വർത്താനം. ഞങ്ങളെല്ലാവരും വട്ടം കൂടി അങ്ങോട്ട് ഇരുന്നിട്ട് ചോറങ്ങോട്ട് തിന്നാന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താക്കണം ഒരു കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കാവാന്ന് പറഞ്ഞൊരു ചായയാണത്. പക്ഷെ നല്ല രസമാണ് കുടിക്കാനായിട്ട്. ഞാനൊരു ദിവസം വീട്ടിലുണ്ടാക്കിയിരുന്നു. അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല, എന്നാലും രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ എല്ലാ കാര്യപരിപാടികളും കഴിഞ്ഞു. കുടിയിരിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ റബ്ബർ കൂടെ തന്നെയാണ് പോണത്. റോഡൊന്നും ടച്ച് ചെയ്തതൊന്നുമില്ല. റബ്ബർ കൂടാണ്ട് കയറിയാണ്ട് നമ്മളെ വീട്ടിൽ പോകാമെന്നില്ല ആ ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണല്ലേ പന്തലിട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ റബ്ബർ കൂടെ നടന്ന് നമ്മൾ നടക്കുന്ന അങ്ങനെ പറയാനൊന്നുമില്ല. കുറച്ച് നേരം നടക്കാനുള്ളൂ. പിന്നെ വീട്ടിലെത്തി. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നാൽ ഒരുങ്ങിക്കോന്ന് പറഞ്ഞു മൂപ്പരും. അപ്പം ഞാൻ ഒരുങ്ങി കെട്ടി ഇതാക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇടവണ്ണ പോയിട്ട് വരാം, വേഗം വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ ദിവസമായി ഇടവണ്ണക്കൊക്കെ ഒന്ന് പോകണം. കുറച്ച് സാവരികളൊക്കെ വേണം. പിന്നെ സ്കൂളൊക്കെ തുറക്കല്ലേ, പുസ്തകവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ മഴയൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് എമർജൻസി കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങാനാണ് നമ്മൾ പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ലിസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു, ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. നമുക്ക് ചാർജറില്ല, പിന്നെ പവർ ബാങ്ക് ഇല്ല, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. മൂപ്പര് മൂളി കേൾക്കുകയെന്നല്ലാതെ പൊതുവേ മൂളലൊന്നുമില്ല. ഇതിലെന്തോ മൂളി കേൾക്കും. ചെറിയ കാര്യമായിട്ട് അത് വാങ്ങാനൊക്കെ ആവും പോണത്. മഴേൻ്റെ മുന്നേ നമ്മൾ സജ്ജമായി നിന്നാലുണ്ടല്ലോ നമുക്ക് സമാധാനമാണ്. അങ്ങനെ അതിലൊന്നല്ലേന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഈ പ്രാവശ്യം നമ്മൾ ഒരു 3-4 കൊല്ലമായി നമ്മൾ 3-4 കൊല്ലം 5-6 കൊല്ലമായി വാഴ കൃഷി നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമുക്ക് ഇത്തിരി ലാഭം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 20,000 ഉറുപ്പ്യ കൊടുത്താണ് ഞാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനല്ല, നമുക്ക് സർപ്രൈസായിട്ട് വാങ്ങി തന്നത്. പൊതുവെ അങ്ങനെയാണൊന്നും ഇല്ലാത്തതാണ്. ഈ ഒരു നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 20 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാക്കണ ഇങ്ങനെ സർപ്രൈസ് തരലില്ല. അപ്പോൾ പണ്ടത്തിൻ്റെ വില നോക്കുമ്പോൾ അതൊന്നും സർപ്രൈസ് വേണ്ടേ ഇല്ലെന്നൊന്നും തോന്നിപ്പോയി കേട്ടോ. ഏതായാലും 20,000 എണ്ണി കൊടുത്താണ്ട് നമ്മൾ ഇതാക്കണേ. ഒരു ചെറിയൊരു മോതിരം വാങ്ങിയിട്ടുണ്ട്. ചെറുതെന്നല്ല, ഇപ്പോഴത്തെ വില റേറ്റ് അനുസരിച്ച് വലിയ തന്നെയാണത്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. ഒരു മോതിരമൊക്കെ വാങ്ങി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പോരില്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മീനും വാങ്ങാൻ നിന്നു. മഴ ഇതാപ്പോൾ പൊളിഞ്ഞിട്ട് പെയ്യും തോന്നുന്നുണ്ട്. ഏതായാലും ഇതുവരെ പെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ചൂടുമ്പോൾ ഇങ്ങനൊരു കാലാവസ്ഥ തന്നെയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് വേഗം പോകാൻ നോക്കട്ടെ. രാത്രി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങണം. പിന്നെ അല്ലാതെ ചില്ലറ സാധന സാമഗ്രികൾ വാങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൈസ എന്താണ് വാഴക്കൊല വെട്ടിയ പൈസ മൊത്തത്തിൽ നമുക്ക് മോതിരം വാങ്ങാൻ തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പിന്നെ വാങ്ങാമെന്നാണ് വിചാരിച്ച്. രാത്രിയായി ഇതാണ് വാങ്ങിയതിട്ട് കണ്ട. ഇതാണ് നമ്മൾ വാങ്ങിയത്. ഇങ്ങനെയൊക്കെ തെന്നിക്കാൻ കേട്ടോ. ഇതാണ് വാങ്ങിയത്. അന്ന് ഞാൻ ചോറിന് വെള്ളം വെച്ചു കേട്ടോ. വേഗം ചോറിന് വെള്ളം വെച്ചു. അങ്ങനെ ഒരു മോതിരത്തിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോതിരം കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടെന്ന് കാണാനായിട്ട് പക്ഷേ ഞാനൊരു മാലയെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സ്വർണ്ണം ഇങ്ങനെ കുതിച്ച് കയറുന്നത് ഞാൻ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു മനസ്സിലൊരു പൂതി ഉണ്ടായിരുന്നുണ്ട്. ഒത്തിരി പൈസയെ കൂട്ടി വെച്ചിട്ട് ചെറിയൊരു മാലയും കൂടി വാങ്ങണം എന്നുള്ളത്. അപ്പം ഏതായാലും പിന്നെ ഒരു ദിവസം വാങ്ങാമെന്നില്ല. ആ ഒരു ഉറപ്പോട് കൂടി ഒരു മോതിരം മതിയെന്നില്ല. ആ ഒരു ഇതിലങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം കിട്ടിയതായി എന്ന് വിചാരിച്ചാണ് ഞാനും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ചോറ് വെക്കട്ടെ, അതിക്കുള്ള പരിപാടികൾ എടുക്കട്ടെ. അങ്ങനെ മോതിരത്തിൻ്റെ തൂക്കം നോക്കി നിന്നപ്പോഴാണ് മകള് അച്ഛനോട് പറഞ്ഞത് നാളെ അമ്മൻ്റെ പിറന്നാളാണ്, അതിന് കൊടുക്കാന്നുള്ളത്. അങ്ങനെ അപ്പം തന്നെ എൻ്റെ കയ്യിൽ വന്ന് ഊരി വാങ്ങിയതാണ് കേട്ടോ മോതിരം. അങ്ങനെ പിറന്നാളിൻ്റെ അന്ന് തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പെരുന്നാളിൻ്റെ അന്നും എനിക്ക് മോതിരം കിട്ടിയതൊന്നുമില്ല. അത് എവിടെയോ പോകണ്ടേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളെ വീട്ടിലെ സർപ്രൈസ് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ് മൂപ്പർക്ക് സർപ്രൈസ് തരാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇഷ്ടമായിട്ടുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്തോളി.